ഞാൻ അനുരാഗിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനുരാഗ്, നമ്മൾ ഈ വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡിന്റെ കാര്യം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശാപമോക്ഷമില്ലാത്തൊരു റോഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുഴികളിൽ വീണുള്ള അപകടം തന്നെ എത്ര അപകടങ്ങളായി, നമ്മുടെ അറിവിൽ തന്നെ എത്ര അപകടങ്ങളുണ്ട്. അപ്പോൾ ഈ മേയർ ഒരു ഡേറ്റ് പറഞ്ഞു, അതിനുശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു ഡേറ്റ് പറഞ്ഞു, അതിനുശേഷം തലസ്ഥാനത്തെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ഒരു ഡേറ്റ് പറഞ്ഞു. ഈ 3 പേരും പറഞ്ഞ ഡേറ്റുകളൊക്കെ മാറി. ഇനി പുതിയൊരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? തീർച്ചയായും ആദ്യം തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നഗരവികസനത്തിന് ഒരു വികസനത്തിന് നമ്മൾ എതിരല്ല, പക്ഷേ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതിൽ വന്ന വീഴ്ചയാണ് നമ്മളിവിടെ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തലസ്ഥാനത്തെ സംബന്ധിച്ച് എപ്പോഴും തിരക്കുള്ള ഒരു വീതിയാണ് ഈ വഞ്ചിയൂര്, അതുപോലെ തന്നെ ജനറൽ ആശുപത്രി റോഡ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ പ്രതികരണം എടുക്കാൻ പോലും ആരെയും കാണാത്ത അവസ്ഥ. കാരണം അത്രയും ദുരവസ്ഥ ഈ റോഡിലുണ്ട്. പൊടിയായാലും മറ്റ് ഈ പരിസരത്തെ വീടുകളിൽ പോലും ആരെയും കാണാനില്ല. അവർ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോയോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഓരോ സാഹചര്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വീട്ടിൽ വൃദ്ധരുണ്ടെന്ന് പറയുന്നു, പക്ഷേ അവിടെ ഇപ്പോൾ ആരെയും കാണാനില്ല. അവർ ഇവിടെ നിന്ന് തന്നെ താമസം മാറിപ്പോയോ തന്നെ സംശയിക്കേണ്ടി വരും. ആ തരത്തിലാണ് ഒരു കാൽനട പോലും യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 തീയതികൾ പ്രധാനപ്പെട്ട മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു. ഈ ദിവസത്തിനകം, കൃത്യമായി ഈ ദിവസത്തിനകം പണി പൂർത്തീകരിച്ചിരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നു. പിന്നീട് ഈ പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ തലസ്ഥാനത്തിന്റെ മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്തിറങ്ങി പറയുന്നു, ഇന്ന തീയതിക്കകം ഉറപ്പായും ഈ പണി പൂർത്തിയാക്കുമെന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അവർ വാദമായി പറയുന്നത് മഴക്കാലമായിപ്പോയി, മഴ ആയതുകൊണ്ട് പണികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മഴക്കാലമാണല്ലോ, ജൂൺ മാസമാകുമ്പോൾ മഴക്കാലമാണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള പണി ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നുള്ള ചോദ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ തലസ്ഥാനത്തെ റോഡുകൾക്ക് മാത്രം ഇനിയും ഒരു ശാപമോക്ഷം ഉണ്ടായിട്ടില്ല. തലസ്ഥാനത്തെ റോഡുകൾ ഇനിയും സ്മാർട്ട് ആയിട്ടില്ല. ഇനിയും എത്ര കാലം ജനങ്ങൾ ഈ ദുരിതം പേറി മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം. മാധ്യമങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന വിധം ഒക്കെ ഈ വാർത്തകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഒന്നെന്നല്ല, എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത തുടരെ അധികാരികളിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ എങ്കിലും ഈ ഒരു മെല്ലപ്പോക്ക് സമീപനം എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ മന്ത്രിമാർ തന്നെയാണ് അതിനൊരു മറുപടി പറയേണ്ടത്. എത്രയും വേഗം തലസ്ഥാനത്തെ റോഡുകൾ സ്മാർട്ടായി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, തലസ്ഥാനത്തെ റോഡ് വികസനത്തിന്, സ്മാർട്ട് റോഡുകൾക്ക് ആരും എതിരല്ല. എല്ലാവരും വികസനത്തിനൊപ്പം തന്നെയാണ്. നല്ല റോഡുകൾ വരുന്നത് നമ്മുടെ ഒക്കെ ആവശ്യവുമാണ്, അത് വേണ്ട കാര്യവും തന്നെയാണ്. പക്ഷേ ഈ പൊതുജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കി അവരുടെ കാൽനട പോലും വഴിമുട്ടിച്ചിട്ടുള്ള ഈ സ്മാർട്ട് റോഡ് നിർമ്മാണം, ആ രീതിയാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. എത്രയും വേഗം ഈ റോഡുകളെല്ലാം സ്മാർട്ടായി വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അധികാരികൾ. കഴിയുമെങ്കിൽ ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് വേഗത്തിലാക്കിയാൽ നന്ന്. തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗും ഒപ്പം ആതിര സരസ്വതുമാണ് വിവരങ്ങൾ നൽകിയത്. ആ റോഡിന്റെ ദുരവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.